ഹായ് അശ്വിൻ. ഹായ് സർ. അശ്വിൻ പ്രകാശ്, അതെ അതായത് വെൺമണി പ്രകാശ് സാറിൻ്റെ മകനാണ്. അതെ തിരുവനന്തപുരം ആകാശവാണിയിലാണ് അതെ സാർ വർക്ക് ഉള്ളത്. ചെയ്യുന്നത്. സാറിൻ്റെ ശരിക്കുള്ള ജോലി എന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ഷൻ മ്യൂസിക് തന്നെയാണ്. ഡയറക്ഷൻ ആകാശവാണി മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് വിശദമായിട്ട് പറയുമോ? ആകാശവാണിയിൽ ഇപ്പോൾ ഒരു 10-20 വർഷമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ആകാശവാണിയിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാതെ മ്യൂസിക് പുറത്ത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു സ്കൂളുണ്ട്, നിരഞ്ജനി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്കൂളുണ്ട്. അവിടെ മ്യൂസിക് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ആകാശവാണിയിൽ ഒരു കവിത വരുമ്പോൾ ആ കവിതയെ നമ്മൾ മ്യൂസിക് മ്യൂസിക്കായിട്ട് ഓർക്കസ്ട്രേഷൻസ് ഒക്കെ അവിടെ നിന്ന് തന്നെ സംഘടിപ്പിച്ചിട്ട് അല്ല, അച്ഛൻ തന്നെയാണ് ഓർക്കസ്ട്ര എല്ലാം ചെയ്യാറ്. ലിറിക്സ് അയച്ചു തരും, മ്യൂസിക് ചെയ്തിട്ട് ഇവിടുന്ന് തന്നെ നൊട്ടേഷൻസ് എല്ലാം വീട്ടിൽ നിന്ന് ചെയ്തിട്ട് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് എല്ലാം ഓർക്കസ്ട്ര അവിടെ വെച്ച് തന്നെ സെറ്റ് ചെയ്യുക ചെയ്യും. അവിടെയുള്ള ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ച് ചെയ്തിട്ട് നമ്മൾ ഔട്ട് വിടും. ഞാനും ആകാശവാണിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെയോ? തിരുവനന്തപുരത്ത് കാഷ്വൽ അനൗൺസർ ആയിരുന്നു, കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. മോനെ, മ്യൂസിക്കിന്റെ ജേണി അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ. എങ്ങനെയാണെന്ന് പറയൂ. ചെറുപ്പത്തിൽ ആദ്യം ഞാനങ്ങനെ പാട്ടിലേക്ക് വലിയ താല്പര്യമുള്ള ആളൊന്നും ആയിരുന്നില്ല. അപ്പോൾ സ്കൂളിലേക്ക് ഒരു LKG UKG ഒക്കെ ആയപ്പോൾ തൊട്ടാണ് ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഇത് അറിഞ്ഞത്. അത് ടീച്ചറായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. ഇങ്ങനെ ക്ലാസ്സിൽ വെച്ച് ഒരു ദിവസം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ടീച്ചർക്ക് മനസ്സിലായി ഇതുപോലെ പാടും എന്ന് മനസ്സിലായി. അങ്ങനെ വൈകിട്ട് എന്നെ വിളിക്കാൻ വന്ന സമയത്ത് അച്ഛനോട് ഇതുപോലെ പറഞ്ഞു, പാട്ട് പഠിപ്പിക്കണം, പാടുന്നുണ്ട്. അതിനു മുന്നേ എന്നെ അച്ഛൻ പഠിപ്പിക്കാനൊക്കെ ഇരുത്തിയിട്ടുണ്ട്, തറയിലിരുത്തി പാട്ട് പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ലല്ലോ, കണ്ണൊക്കെ നിറഞ്ഞ് കരയാറൊക്കെയായി. പിന്നെ അത് നിർത്തി. പിന്നെ ഈ പറഞ്ഞ സമയത്തൊക്കെയാണ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തത്. ടീച്ചർ വേണ്ടി വന്നു. ടീച്ചർ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റോട് കൂടി പോയിരുന്നു. പോയി. അപ്പം കഠിനമായിട്ടുള്ള പാഠങ്ങളൊക്കെ പറയുമ്പോഴൊക്കെ പോയി പഠിച്ചു. അച്ഛൻ തന്നെ എല്ലാം പറഞ്ഞു തരും. തല്ലേണ്ടി വന്നിട്ടില്ല? ഇല്ല, വഴക്കൂടും ഇടയ്ക്കൊക്കെ. പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്തൊക്കെയാ പറയാ? പ്രാക്ടീസ് ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് വഴക്ക് കൂടുകയല്ല, എന്തെങ്കിലും ചെറുതായിട്ട് വഴക്ക് പറയും. ഇങ്ങനെ ചെയ്യണം, കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ നിന്ന് പോകണം, എന്നാലേ ഒരു ഇത് കിട്ടുള്ളൂ എന്ന് പറയും. ഈ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ വഴക്ക് പറയുന്നത് പോലെ ഈ കാര്യത്തിലും ചില സ്ഥലത്തൊക്കെ വഴക്ക് കിട്ടും. അപ്പോൾ പക്ഷേ ഈ നമ്മൾ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങുമ്പോൾ അവർക്കും ഒരു ആവേശം വരില്ലേ? ഇപ്പം എന്താണ് അവസ്ഥ? അവിടുത്തെ സീൻ മാറിയോ? നമ്മൾ കാണിക്കുന്നൊരു ആവേശം കൂടിയോ? എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ അമൃതയിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നെക്കാളും താല്പര്യം അവർക്ക് ഉണ്ട്. അവരുടെ സന്തോഷം അത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെ നമുക്കൊരു എനർജി കൂടും. ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പല ജോണേഴ്സിൽ നമ്മുടെ സേഫ് സോൺ വിട്ട് കളിക്കേണ്ടി വരും. ചിലപ്പോൾ സ്റ്റേജിൽ നമുക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ മാറാൻ ഒരു ബുദ്ധിമുട്ട് ഇല്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കയറണം എന്നുള്ളത്. ഫൈനലി അത് കിട്ടി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. എന്തുവാണെന്നുള്ളതൊന്നും ചിന്തിക്കുന്നില്ല, വരുന്നിടത്ത് വെച്ച് നമ്മൾ കാണും. അതെ, നമ്മൾ പുഷ് ചെയ്ത് നമ്മൾ അങ്ങ് വിടുകയാണ്. അതെ, കുറച്ചൊക്കെ ഈ പ്രേക്ഷകരുടെയൊക്കെ ഒരു പിന്തുണ കിട്ടി തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ എനർജി വരും, ലെവൽ കയറും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്, ഉത്തരവാദിത്വം കൂടും. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതെ, അപ്പോൾ മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് പലപ്പോഴും ഇവരുടെ ഭാഗത്ത് നിന്ന് തരും. എങ്കിലും എന്താണ് പേഴ്സണലി ഒരു തയ്യാറെടുപ്പ് എന്താണ് ഈ കാര്യത്തിൽ? കുറച്ചുകൂടെ പോവാണ് നമ്മൾ. അതെ, ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൈലൻ്റ് ആണ് പൊതുവെ. സംസാരമൊന്നും അധികം ഇല്ലാത്ത ആളാണ്. ഇപ്പോൾ വെറുതെ ഇരുന്നാലും അങ്ങനെ ചിരിയൊന്നും അധികം ഇല്ല. നമ്മളൊരു ഫ്രണ്ട് സർക്കിളാണ് കൂടുതലും ഞാൻ ആക്റ്റീവായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പരിചയമായി വരുമ്പോഴത്തേക്കിനും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആവണം എന്ന് വിചാരിക്കുന്നുണ്ട്, അതിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരൺ സാറിൻ്റെയൊക്കെ സെഷൻസ് കൂടുതലുണ്ടായിരുന്നു, അതിനകത്തൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്തു എന്നെ കുറച്ചുകൂടെ ആക്റ്റീവാക്കാൻ. വന്ന ദിവസത്തേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു എന്ന് തോന്നുന്നു. എന്തായാലും ശരത് സാറ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇപ്പോൾ അന്ന് തുടക്ക കാലഘട്ടത്തിൽ സാറ് കുട്ടികളോടൊക്കെ സംസാരിക്കുന്നത് പോലെ അല്ല. ഇന്ന് ചെറിയ പിള്ളേർ പഠിപ്പിച്ച് ശരത് സാറ് വേറൊരു ലെവലിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് വരുമെന്നാണ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇൻട്രോവേർട്ട് ആകുമ്പോൾ അവരത് മനസ്സിലാക്കി തന്നെ സംസാരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ കുറേ കൂടെ പുഷ് ചെയ്യും അല്ലേ? എങ്ങനെയാണ് പുഷ് ചെയ്ത് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ നീളമുള്ള ചോദ്യം, ചെറിയ ആൻസർ. അങ്ങനെയാണ് പൊതുവേ സംസാരം കുറവാണ്. അത് പറ്റൂല, ഇവിടെ അങ്ങനെ സംസാരിക്കണം. അതെ, നമ്മൾ പെർഫോമൻസ് മാത്രം പോരാ, നമ്മൾ പല കാര്യങ്ങളിൽ ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. ഇതൊരു ഷോ അല്ലേ മൊത്തത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലൊക്കെ കുറെ കൂടെ ആക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നുണ്ട്.
ആക്റ്റീവാക് അവസാനം പൊളിച്ച് ഈ ഷോ വിൻ ചെയ്ത് വന്ന് നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണേ. എൻ്റെ ആഗ്രഹം തന്നെ. ചില സൈലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ ചിലപ്പോൾ പാട്ടുപാടി ആൾക്കാരുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലും ഒക്കെ മാറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പല ഷോസിലും നമ്മളിങ്ങനെ ഒരുപാട് ട്വിസ്റ്റ് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആവട്ടെ. താങ്ക് യു സർ.